ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ കമ്പൈലേഷൻ എടുത്തിട്ട് അത് ഡെയിലി സോൾവ് ചെയ്യുമായിരുന്നു CSAT-ന് വേണ്ടിയിട്ട്. അപ്പോൾ ഈ PYQ-ലോട് വളരെ ക്ലോസ് ആയിട്ട് നിൽക്കുന്നതാണ് ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്. പിന്നെ കറക്റ്റായിട്ട് റിവൈസ് ചെയ്ത് ടെസ്റ്റ് സീരീസ് എടുക്കുമായിരുന്നു. പ്രിലിംസിൻ്റെ ഒക്കെ ക്വസ്റ്റ്യൻ എടുത്ത് നോക്കിയാൽ തന്നെ നമുക്കറിയാം, ഒരു ഓർഗാനിക്കായിട്ട് നമ്മൾ പഠിക്കുന്നു, ഒരു മനസ്സിലാക്കൽ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെങ്കിൽ ടാക്കിൾ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസാണ്. പ്യുവർ ഫാക്ച്വൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ഈ 2 ഏരിയാസിൽ കുറവാണ്. ഒരു 3 to 5 ക്വസ്റ്റ്യൻസ് എല്ലാ ദിവസവും എഴുതുമായിരുന്നു, ടൈം വെച്ചിട്ട് എഴുതുമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് വീക്ക്ലി ടെസ്റ്റുകൾ എല്ലാ ആഴ്ചയും വീക്ക്ലി ടെസ്റ്റും എടുക്കുമായിരുന്നു. അപ്പോൾ 10 മാർക്ക് ക്വസ്റ്റ്യൻ ആണെങ്കിൽ 2 സബ് പാർട്സ് ഉണ്ടെങ്കിൽ ഒരു സബ് പാർട്ടിൽ 5 പോയിൻറ്റ്സ്, മറ്റേ സബ് പാർട്ടിൽ 4 പോയിൻറ്റ്സ്, ഇത്രയും ഞാൻ എഴുതാൻ ശ്രമിക്കുമായിരുന്നു സർ. പിന്നെ പോയിൻറ്റ്സിനേക്കാൾ ഉപരി ആ പോയിൻറ്റ്സ് ഒന്ന് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാനായിട്ട് എന്തെങ്കിലും ഒരു എക്സാമ്പിൾ എഴുതുക, അതും ചെയ്യുമായിരുന്നു. പിന്നെ ഇതെല്ലാം ഞാൻ ഹൈലൈറ്റ് ചെയ്യുമായിരുന്നു, എല്ലാം ബോക്സിലിട്ടിട്ട് എക്സാമ്പിൾ കാണണം എന്നുള്ളൊരു രീതിക്ക് എഴുതുമായിരുന്നു.